വെൽക്കം ടു ഫീനിസ് ടെക്നോസ്. കേരള PSC പോളിടെക്നിക്കൽ ലെക്ചറർ ഇലക്ട്രോണിക്സിന്റെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സിലെ റെക്ടിഫയർ എന്ന് പറഞ്ഞ പോർഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷനോടൊപ്പം സിലബസിലെ ബേസിക് തിയറിയും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അന്നേരം റെക്ടിഫയർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ബേസിക് ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു പർട്ടിക്കുലർ പോർഷൻ ആണ്. റെക്ടിഫയറിൽ നോർമലി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അതിന്റെ കൂടെ ആ റെക്ടിഫയറിന്റെ ഇൻ ഡെപ്ത് കോൺസെപ്റ്റ് അറിഞ്ഞാൽ അവിടുന്ന് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. റെക്ടിഫയറിൽ നോർമലി റെക്ടിഫയറിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെക്ടിഫയറിന്റെ പാരാമീറ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു റെക്ടിഫയറിൽ ഡിഫറെന്റ് കോൺഫിഗറേഷൻ ഓഫ് റെക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു റെക്ടിഫയറിൽ ഡയോഡ്സിൽ വരുന്ന ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഒരു റെക്ടിഫയറിന്റെ ഡിഫറെന്റ് മോഡിഫിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഒരു ഡയോഡിനെ റിമൂവ് ചെയ്തിട്ട് വാട്ട് ഈസ് ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് അതർ ഡയോഡ്, അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്യും, അതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പോളിടെക്നിക് ലെക്ചറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഒരു റെക്ടിഫയർ തന്നിട്ടുണ്ട്. ആ റെക്ടിഫയർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണ്. 2 ഡയോഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു റെക്ടിഫയർ ആണ്. 2 ഡയോഡ്സ് യൂസ് ചെയ്താൽ ആ റെക്ടിഫയർ എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. ദർഫോർ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ആ ഫുൾ വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ആ ഫുൾ വേവ് റെക്ടിഫയറിൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന സൈനുസോഡൽ വേവ് ഫോം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. V(t) എന്താണ്? 5 sin ωt ആണ്. 5 sin ωt ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന്റെ ടേൺസ് റേഷ്യോ എന്താണ്? 1:n ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതെല്ലാം 1നേക്കാളും കൂടുതലാണ്. ദർഫോർ എന്തായാലും തന്നിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്തായിരിക്കും? ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഒരു റെക്ടിഫയറിൽ സെൻട്രിൽ നിന്ന് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമർ എന്തായിരിക്കും? ഒരു സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ദർഫോർ സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ഒരു സൈനസോഡൽ വോൾട്ടേജ് വിത്ത് പീക്ക് വോൾട്ടേജ് E(t) ഈക്വൽ ടു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണ്? 5 times sin ωt ആണ്. ഇനിഷ്യൽ ഫേസ് 0 ആയിട്ടുള്ള ഒരു സൈനസോഡൽ വേവ് ഫോം വിത്ത് മാഗ്നിറ്റ്യൂഡ് എന്താണ്? മാക്സിമം മാഗ്നിറ്റ്യൂഡ് 5 വോൾട്ട് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതിന്റെ കൂടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദ DC വോൾട്ടേജ് ഓഫ് ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഈസ് 20/π ആണ്. ഇതൊരു ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഷേപ്പിലായിരിക്കും. ആ പൾസേറ്റിംഗ് DCയുടെ, അല്ലെങ്കിൽ DC വിത്ത് റിപ്പിൾസിന്റെ ആവറേജ് വാല്യൂ എന്താണ്? ആവറേജ് വാല്യൂ ഓർ DC വാല്യൂ ഈക്വൽ ടു 20/π ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ദെൻ ദ നമ്പർ ഓഫ് ദ സെക്കൻഡറി വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ദ അൺനോൺ സെക്കൻഡറി ടേൺസ് റേഷ്യോയില് സെക്കൻഡറി വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്നിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാനാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുള്ളത്? ദ ആവറേജ് വാല്യൂ ഓഫ് ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഈക്വൽ ടു 20/π ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിന്റെ മിഡിൽ പോയിന്റിൽ എന്ത് കാണും? ഒരു സെന്റർ ടാപ്പ് കണക്ഷൻ കാണും. ആ സെന്റർ ടാപ്പിന്റെ മുകളിലും താഴെയും വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ പോയിന്റ് നമുക്കറിയാം. ഇതാണ് സെന്റർ ടാപ്പ് കണക്ഷൻ. ഓക്കെ, അന്നേരം ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത് 5 times sin ωt ആണ്. 5 times sin ωt ആണ്. ഇവിടുത്തെ ടേൺസ് റേഷ്യോ 1:n ആണ്. ദർഫോർ സെക്കൻഡറി വോൾട്ടേജ് എന്തായിട്ട് മാറും? ഇൻപുട്ട് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് വിത്ത്
ടേൺസ് റേഷ്യോ ആയിട്ട് മാറും. ദെർഫോർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു എന്തായിരിക്കും? നമുക്കറിയാം V1/V2 ഈക്വൽ ടു N1/N2 ആയിരിക്കും. ദെർഫോർ ഇവിടെ V2 ഈക്വൽ നമുക്ക് എന്തെന്ന് കിട്ടും? V2 ഇസ് ഈക്വൽ ടു N മൾട്ടിപ്ലൈഡ് വിത്ത് ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. ദെർഫോർ സെക്കൻഡറി വോൾട്ടേജ് ഈക്വൽ എന്തായിട്ട് മാറും? സെക്കൻഡറി വോൾട്ടേജ് ഈക്വൽ ടു 5 മൾട്ടിപ്ലൈഡ് വിത്ത് എന്താണ്? സെക്കൻഡറി വൈൻഡിങ് N മൾട്ടിപ്ലൈഡ് വിത്ത് സൈൻ ഓഫ് ഒമേഗ ടി ആയിരിക്കും. ഇത് ടോട്ടൽ സെക്കൻഡറി വോൾട്ടേജ് ആണ്. ഈ സെക്കൻഡറി വോൾട്ടേജിന്റെ ഹാഫ് പോർഷൻ, ആ സെക്കൻഡറി വോൾട്ടേജ് എന്താണോ ആ സെക്കൻഡറി വോൾട്ടേജിനെ ഞാൻ VS എന്ന് എടുത്തു. ദെർഫോർ ഇവിടെ എന്താണ്? ആ സെക്കൻഡറി വൈൻഡിങ്ങില് എന്താണ്? സെന്റർ ടാപ്ഡ് കണക്ഷന്റെ ഫസ്റ്റ് പോർഷനിൽ നമുക്ക് കിട്ടേണ്ട വോൾട്ടേജ് എന്തായിരിക്കും? VS/2 ആയിരിക്കും. സിമിലർലി താഴെ കിട്ടേണ്ട വോൾട്ടേജ് എന്തായിരിക്കും? അഗെയിൻ VS/2 ആയിരിക്കും. ദെർഫോർ നമുക്ക് പറയാം ഇവിടെ സെക്കൻഡറിയില് ഒരു പർട്ടിക്കുലർ പോർഷനിൽ കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? 5N സൈൻ ഒമേഗ ടി /2 ആയിരിക്കും. ഡിവൈഡ് ബൈ എന്തായിരിക്കും? 2 ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കണക്ഷൻ വരുന്നത്. ഇവിടെ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്താൽ സെക്കൻഡ് ഡയോഡ് എന്തായിട്ട് മാറും? നോൺ കണ്ടക്ടിങ് ആയിട്ട് മാറും. ഞാൻ അസ്യൂം ചെയ്തു ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് അസ്യൂം ചെയ്തു. ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സൈനസോഡൽ വേവ് ഫോം കൺസിഡർ ചെയ്താൽ, ഈ പർട്ടിക്കുലർ പോർഷൻ കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടും ഫസ്റ്റ് ഡയോഡ് D1 എന്ന് എടുത്താൽ D1 എന്തായിട്ട് മാറും? D1 ഫോർവേഡ് ബയസ് ആയിട്ട് മാറും. D2 എന്തായിരിക്കും? റിവേഴ്സ് ബയസ് ആയിരിക്കും. ദെർഫോർ നമുക്ക് കിട്ടുന്ന എന്താണ്? സൈക്കിൾ എങ്ങനെ ആയിരിക്കും? ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, സോറി, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമായിരിക്കും കിട്ടുന്നത്. സെക്കൻഡ് ഡയോഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ റിവേഴ്സ് സൈനിൽ കിട്ടും. ദെർഫോർ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേവ് ഫോം ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയാല് നമുക്ക് സെക്കൻഡറിയിൽ കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? സെക്കൻഡറിയിൽ കിട്ടുന്ന വോൾട്ടേജ് 5N/2 ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി ആണ്. ഈ വോൾട്ടേജ് ആണ് D1 ഓർ D2 ഡയോഡ്സിനെ കണ്ടക്ടിങ് ഓർ എന്താണ്? നോൺ കണ്ടക്ടിങ് ആക്കി മാറ്റുന്നത്. ദെർഫോർ ഡയോഡ് കൺസിഡർ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡയോഡ് പോയിന്റ് ഓഫ് വ്യൂ അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്? 5N/2 സൈൻ ഒമേഗ ടി ആണ്. ആ വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ എന്തായിരിക്കും? ആ ഇൻപുട്ട് വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ 5N/2 ആയിരിക്കും. നമുക്കറിയാം ഒരു എന്താണ്? ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിൽ അതിന്റെ ഔട്ട്പുട്ട് DC വോൾട്ടേജ് ഈക്വൽ ടു 2 ടൈംസ് പീക്ക് വോൾട്ടേജ് ഓഫ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി. പീക്ക് വോൾട്ടേജ് ഓഫ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി മെഷർ ബിറ്റ്വീൻ ദ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് ദ സെന്റർ ടാപ്ഡ് കണക്ഷൻ. 2 ടൈംസ് the maximum voltage of the transformer secondary measure between എന്തായിരിക്കും? പോസിറ്റീവ് ടെർമിനൽ ആൻഡ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി ഡിവൈഡ് ബൈ പൈ ആയിരിക്കും സെക്കൻഡറി വോൾട്ടേജ്, അല്ലെങ്കിൽ സെക്കൻഡറി DC വോൾട്ടേജ് ഓർ ആവറേജ് വോൾട്ടേജ്. ദെർഫോർ നമുക്ക് പറയാം ഇവിടുത്തെ പീക്ക് വോൾട്ടേജ് ഈക്വൽ എന്തായിരിക്കും? 5N/2 ആയിരിക്കും. ദെർഫോർ അതിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 മൾട്ടിപ്ലൈഡ് വിത്ത് 5N/2 ആയിരിക്കും പീക്ക് വോൾട്ടേജ്. അത് ഡിവൈഡ് ബൈ പൈ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 20/π. ദെർഫോർ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 20/π ആയിരിക്കും. പൈ ക്യാൻസൽ ചെയ്താൽ 2 ക്യാൻസൽ ചെയ്യാം. ദെർഫോർ നമുക്ക് കിട്ടും 5 ടൈംസ് N ഈക്വൽ ടു 20 ആയിരിക്കും. ദെർഫോർ N ഈസ് ഈക്വൽ ടു 20/4. 5 ഈക്വൽ ടു എന്തായിരിക്കും? 4 ആയിരിക്കും ആൻസർ. ദെർഫോർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ബേസിക് സർക്യൂട്ടും അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ ഹാഫ് വേവ് റെക്ടിഫയറിൽ ചോദിക്കാം, ബ്രിഡ്ജ് റെക്ടിഫയറിൽ ചോദിക്കാം. എന്താണേലും അതിന്റെ കോൺസെപ്റ്റ് സെയിം ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഒരു ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിൽ അതിന്റെ DC വോൾട്ടേജ് ഈക്വൽ ടു റെക്ടിഫൈഡ് ഔട്ട്പുട്ടിന്റെ DC വോൾട്ടേജ് ഈക്വൽ ടു 2 ടൈംസ് പീക്ക് വാല്യൂ ഓഫ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി മെഷർ ബിറ്റ്വീൻ ദ ടോപ്പ് ടെർമിനൽ ആൻഡ് ദ സെന്റർ ടാപ്ഡ് ടെർമിനൽ. അതിന് രണ്ടിനും ഇടയിലുള്ള വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ ഡിവൈഡ് ബൈ പൈ ആയിരിക്കും ആൻസർ. 2 ടൈംസ് പീക്ക് വോൾട്ടേജ് ഡിവൈഡ് ബൈ പൈ ആയിരിക്കും. ആ വോൾട്ടേജ് ആണ് നമ്മൾ ടേൺസ് റേഷ്യോ എന്നും അതുപോലെ കറസ്പോണ്ടിങ് സെന്റർ ടാപ്ഡ് വോൾട്ടേജ്
ഡിവിഷനിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്തത്. അങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും ദ സെക്കൻഡറി വൈൻഡിങ് ഈക്വൽ ടു 4 ആയിരിക്കും. ദെർഫോർ 1:4 സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് DC വോൾട്ടേജ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 3.14 അറൌണ്ട് എന്താണ് 6 പോയിന്റ് സംതിങ് ആയിരിക്കും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ പീക്ക് വോൾട്ടേജ് ഓഫ് ദ ഇൻപുട്ട് ആയിരിക്കും. ദെർഫോർ അവിടെ യൂസ് ചെയ്ത ട്രാൻസ്ഫോമർ എന്തായാലും എന്തായിരിക്കണം, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കണം.